ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ സിമ്പിളാണ്. നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് സേമിയ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു സവാളയാണ്, ചെറുതായി മുറിച്ചെടുത്തതാണ്. നല്ലപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടൊന്നുമില്ല, ഒന്ന് കൊത്തിയരിഞ്ഞ രീതിയിലാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് അത്യാവശ്യം ഒന്ന് വാടി കിട്ടട്ടെ. നല്ലപോലെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ അത് സവാളയൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ഭാഗമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റ് ആക്കിയിട്ടില്ല. അത് രണ്ടും പാടെ 1 ടീസ്പൂണാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സവാള നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഒന്നും കൂടി സ്പൈസി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോവരുത്. എന്നിട്ട് ആ വെള്ളം നല്ലപോലെ വറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുട്ടയാണ്. ഒരു 2 മുട്ട, ഒരു മുട്ടനെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 മുട്ടനെ 8 പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്കിതിന് വേണ്ടത് സേമിയാണ്. മെയിനായിട്ടും ഇതിലേക്ക് സേമിയ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു സേമിയാണ്. ഇനി ഇതിനെ ഞാൻ പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേമിയ കുക്കായി വരുമ്പോൾ ഒട്ടിപ്പിടിക്കൂല. അതുപോലെ തന്നെ സേമിയത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ സേമിയയിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ ഒരു സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു 3/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല. കുറച്ച് കൂടുതൽ വെള്ളം വെക്കണമെന്ന് പറയുന്നത് അത്യാവശ്യം കൊഴുപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്നും പോയി കിട്ടും. അപ്പോൾ അത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലത്തെ വെള്ളം വാരാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ സേമിയൊക്കെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വാർന്ന് കിട്ടുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മുട്ട മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സേമിയയിലും മസാലയിലൊക്കെ ഉപ്പിട്ടതാണ്. പിന്നെ അത്യാവശ്യം കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ സ്നാക്സിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെള്ളം വാർന്ന് പോയിട്ടുള്ള ആ ഒരു സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സേമിയൊക്കെ പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടും. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സ് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് പിടിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തണം. അതിന് വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. വലിയ തവിയൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ സേമിയൊക്കെ പൊട്ടിപ്പോവും. പിന്നെ സേമിയ നിങ്ങൾ കുറഞ്ഞ അളവിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മുട്ടയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 1-2 മുട്ടയൊക്കെ വീണ്ടും വേണ്ടി വരും. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് തടവി കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഈ സേമിയത്തിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് ഇട്ടെടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. ആദ്യം സെൻറ്ററിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ സൈഡ് വശത്ത് കൂടെ ഒന്നും പോവാതെ നടുഭാഗത്ത് തന്നെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം മുഴുവനായിട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കുറച്ച് സേമിയ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. മസാല പുറത്ത് കാണാത്ത രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിലിട്ട് വേവിക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ വളരെ വ്യത്യസ്തമായിട്ട് രീതിയിൽ സേമിയ വെച്ചിട്ട് ചെയ്തിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സേമിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.